നിങ്ങളുടെ കയ്യിലുള്ള ഐ ഡി കാർഡ് ഇതേ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഐ ഡി കാർഡാണോ, അത് ഇതേ രീതിയിലേക്ക് നല്ല സ്മാർട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഒരു PVC കാർഡിലേക്ക് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് സ്വന്തമായി ഫ്രീ ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഏതെങ്കിലും രീതിയിലുള്ള തിരുത്തലുകൾ അതല്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ സ്വയം തിരിച്ചറിയാൻ പറ്റാത്ത ഫോട്ടോകളൊക്കെ ആണെങ്കിൽ അതൊക്കെ മാറ്റി നിങ്ങൾക്ക് സ്വന്തം നല്ല കുട്ടപ്പനായിട്ടുള്ള ഫോട്ടോകളൊക്കെ നൽകി അല്ലെങ്കിൽ കുട്ടപ്പത്തിയൊക്കെ ആയിട്ടുള്ള ഫോട്ടോകൾ നൽകി ഏതെങ്കിലും രീതിയിലുള്ള തിരുത്തലുകളോ അതല്ലെങ്കിൽ ഫോൺ നമ്പർ ലിങ്ക് ചെയ്യാനോ ആധാർ ലിങ്ക് ചെയ്യാനോ ഒക്കെ ചെയ്യണമെങ്കിൽ യാതൊരുവിധ അക്ഷയ പോലെയുള്ള ഒരു സെൻറ്ററിലേക്കും പോകാതെ തന്നെ നിങ്ങൾക്ക് സ്വന്തം ഫോൺ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. ആ ഒരു മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളിതൊക്കെ സെറ്റ് ചെയ്ത ആളാണെങ്കിലും ഇതറിയാത്തവരിലേക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റേതെങ്കിലും രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ മടിക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് ചെയ്യുന്നതെന്ന്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാബിർ വരിക്കോടൻ. ഫേസ് ടൈം എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഐഫോൺ ആയാലും ആൻഡ്രോയിഡ് ആയാലും ഒക്കെ ചെയ്യാൻ സാധിക്കും. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ്റെ ഒഫീഷ്യൽ ആപ്ലിക്കേഷനാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക, അതിനാവശ്യമായ പെർമിഷനുകൾ അഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടാവും, അത് അലോ നൽകി മുമ്പോട്ട് പോവുക. മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഇൻ്റർഫേസ് നിങ്ങൾക്ക് ഇതേ രീതിയിലായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇവിടെയായി നിരവധി ഓപ്ഷനുകൾ കാണാം. നിങ്ങൾക്ക് ഓരോന്നും ഉപയോഗിച്ച് അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ് അത് മനസ്സിലാക്കാം. നമ്മളിപ്പോൾ പ്രധാനമായിട്ട് ഈ വീഡിയോയിൽ പരാമർശിച്ചിരിക്കുന്നത് നിങ്ങളെ വോട്ടർ ID ഫോട്ടോ മാറ്റുക, അതുമല്ലെങ്കിൽ ആധാർ ലിങ്ക് ചെയ്യുക, നമ്പർ ലിങ്ക് ചെയ്യുക, മറ്റുള്ള കറക്ഷനുകൾ വരുത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനുവേണ്ടി ഏറ്റവും ആദ്യം കാണുന്ന എക്സ്പ്ലോർ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്ഷൻ ഓഫ് എൻട്രീസ് ബ്രാക്കറ്റിൽ ഫോം 8 എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നതായിരിക്കും. നിങ്ങൾ രജിസ്റ്റർഡ് ആണ് എങ്കിൽ ഈ ആപ്ലിക്കേഷൻ ആദ്യം ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്തതാണ് എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ രജിസ്റ്റർ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾ പുതിയ യൂസർ ആണെങ്കിൽ ന്യൂ യൂസർ എന്നുള്ളത് സെലക്ട് ചെയ്തുകൊണ്ട് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെൻഡ് OTP എന്നുണ്ടാവും. അത് ടൈപ്പ് ചെയ്ത് ഇതിലേക്ക് പുതിയ പാസ്വേഡും മറ്റുമൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ നമ്പർ ഉപയോഗിച്ച് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാം. ഞാൻ ഓൾറെഡി രജിസ്റ്റേർഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ നമ്പർ ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്പർ ടൈപ്പ് ചെയ്തു, അതുപോലെ രീതിയിൽ അതിൻ്റെ പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. എൻ്റെ നമ്പറും പാസ്വേഡും ടൈപ്പ് ചെയ്തതിന് ശേഷം സെൻഡ് OTP എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. OTP ടൈപ്പ് ചെയ്തതിന് ശേഷം ലോഗിൻ എന്നുള്ള ബട്ടൺ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ സക്സസ്ഫുള്ളി എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഇനി വീണ്ടും എക്സ്പ്ലോർ എന്നുള്ള ഭാഗത്തേക്ക് പോയി നേരത്തെ സെലക്ട് ചെയ്ത കറക്ഷൻ ഓഫ് എൻട്രീസ് എന്നുള്ള ആ ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഇതേ രീതിയിലായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിന്ന് ലെറ്റ് സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ സെലക്ട് ചെയ്യുക. അതിനുശേഷം യെസ് ഐ ഹാവ് വോട്ടർ ID നമ്പർ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾ പുതിയതായിട്ട് വോട്ടർ ID രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഫോണിൽ നിന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നോ വോട്ടർ ID എന്നുള്ളത് സെലക്ട് ചെയ്യാം. എനിക്കിപ്പോൾ ഉള്ളതുകൊണ്ട് യെസ് ഐ ഹാവ് വോട്ടർ ID നമ്പർ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ശേഷം നിങ്ങളുടെ വോട്ടർ ID എന്താണോ ID നമ്പർ എന്താണോ അത് മുകളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ നമ്പർ നിങ്ങൾക്ക് നിങ്ങളുടെ വോട്ടർ ID കാർഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. വോട്ടർ ID ടൈപ്പ് ചെയ്തതിന് ശേഷം സെലക്ട് സ്റ്റേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണോ അത് സെലക്ട് ചെയ്യുക. കേരളമാണെങ്കിൽ കേരള, കർണാടക എവിടെയാണെങ്കിൽ അവിടെ. ഇന്ത്യയിലുള്ള ഏത് രാജ്യക്കാർക്കും ഇത് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ എൻ്റെ സ്റ്റേറ്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഫെച്ച് ഡീറ്റെയിൽസ് എന്നുള്ളൊരു ബട്ടൺ കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതേ രീതിയിൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും. വി ഹാവ് ഫൗണ്ട് ദിസ് റെക്കോർഡ് ഇൻ കറന്റ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് വരും. അതിനുശേഷം താഴെ കാണുന്ന പ്രൊസീഡ് എന്നുള്ളത് കൊടുക്കുക. പ്രൊസീഡ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വോട്ടർ IDയുടെ മൊത്തം ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ടാവും. ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ഏതാണോ ഉള്ളത് ആ രീതിയിലുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും വരിക. അപ്പോൾ നിങ്ങളുടെ പേര്, വാർഡ് നമ്പർ, ഏജ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇനി ഇതിലേതെങ്കിലും കറക്ഷൻ നിങ്ങൾക്ക് വരുത്തണമെന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു ഫോം ആയിരിക്കും വരുന്നത്. ഇവിടെ ആധാർ ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗം വന്നത് നിങ്ങൾക്ക് കാണാം. അവിടെ നിങ്ങളുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ അത് ചെക്ക് മാർക്ക് എനേബിൾ ആകുന്നതായിരിക്കും. അതിന് താഴെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഏത് നമ്പറാണോ ലിങ്ക് ചെയ്യേണ്ടത് ആ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയായി മെയിൽ ID നൽകാനുള്ള ഓപ്ഷൻ ഉണ്ട്. മെയിൽ ID ഉണ്ടെങ്കിൽ മെയിൽ ID നൽകുക. അതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം കറക്ഷൻ ഓഫ് എൻട്രീസ് ഇൻ എക്സിറ്റിംഗ് ഇലക്ഷൻ എൻട്രോ എന്ന രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അഥവാ നമുക്ക് തിരുത്താൻ വേണ്ടിയിട്ടാണ്. ഇനി അതല്ല മറ്റേതെങ്കിലും
രീതിയിലുള്ള ഇഷ്യൂ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അത് ഈ ഒരു 4 ഓപ്ഷനിൽ ഏതെങ്കിലും പെടുന്നതാണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നെക്സ്റ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്താണോ കറക്ഷൻ ചെയ്യേണ്ടത്, പേരാണെങ്കിൽ പേര് നേരെ കാണുന്ന ആ ചെക്ക് മാർക്ക് എനേബിൾ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങളുടെ ജെൻഡർ ഏതാണോ, അതല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ആണോ, അതല്ലെങ്കിൽ റിലേഷൻ ടൈപ്പ് ആണോ, അങ്ങനെ എന്താണോ നിങ്ങൾക്ക് നിങ്ങളുടെ ID കാർഡിൽ തെറ്റ് തിരുത്താനുള്ളത് അത് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ മൊബൈൽ നമ്പറും അതുപോലെ എൻ്റെ ഫോട്ടോയുമാണ് ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഓൾറെഡി ചേഞ്ച് ചെയ്തതാണ്, പക്ഷേ ഇനി ഒന്നുകൂടി എനിക്ക് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ എന്നുള്ളതിന് നേരെ കാണുന്ന ആ ഭാഗവും ഫോട്ടോ എന്നുള്ള നേരെ കാണുന്ന ആ ബോക്സും ഇതേ രീതിയിൽ ചെക്ക് മാർക്ക് എനേബിൾ ചെയ്തു. ശേഷം നെക്സ്റ്റ് എന്നുള്ളത് കൊടുത്തു. അപ്പോൾ ഇവിടെ ഏറ്റവും മുകളിലായി നമ്മൾ മൊബൈൽ നമ്പർ സെലക്ട് ചെയ്തുകൊണ്ട് അവിടെ മൊബൈൽ നമ്പറിൻ്റെ ഭാഗം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ വേറെ ഏതാണോ അഡ്രസ്സ് ആണെങ്കിൽ മറ്റെന്താണോ ഉള്ളത് ആ ഭാഗം അവിടെ ചോദിക്കുന്നതായിരിക്കും. അത് ഫിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ മൊബൈൽ നമ്പർ ആഡ് ചെയ്തെടുത്തു. ഇനി അതിനെ വെരിഫൈ ചെയ്യണം. വെരിഫൈ ചെയ്യാൻ വേണ്ടി വെരിഫൈ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ ഒരു OTP വീണ്ടും ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ ആ OTP നിങ്ങളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് OTP വന്നിട്ടുണ്ടാകും. ആ OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെരിഫൈ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ വെരിഫൈ അതിൻ്റെ ചെക്ക് മാർക്ക് ഈ ഭാഗത്തായിട്ട് വന്നത് നിങ്ങൾക്ക് കാണാം. ഒരു ഗ്രീനിൽ ശരിയായിട്ട് വന്നത് കാണാം. അതിന് താഴെ അപ്ലോഡ് പിക്ചർ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോ കൃത്യമായിട്ട് പാസ്പോർട്ട് രീതിയിൽ നല്ല ബാക്ക്ഗ്രൗണ്ടും നല്ല രീതിയിലുള്ള കുട്ടപ്പനായിട്ടുള്ള ഫോട്ടോ അല്ലെങ്കിൽ കുട്ടപ്പത്തിയായിട്ടുള്ള ഫോട്ടോ ഒക്കെ ആദ്യം നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്ത് വെക്കണം. അതിനുശേഷം അപ്ലോഡ് പിക്ചർ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പുതിയതായിട്ട് ക്യാമറ ക്യാപ്ചർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ആദ്യം തന്നെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി വൃത്തിയുണ്ടാകും. അതുകൊണ്ട് ഗാലറിയിലേക്ക് സേവ് ചെയ്ത് വെക്കുക. അതിന് ഗാലറി എന്നുള്ളത് സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങളുടെ ഫോട്ടോ ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഓൾറെഡി എടുത്തു വെച്ച ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയത് അത് തന്നെ സെലക്ട് ചെയ്യുകയാണ്. ശേഷം ഇതേ രീതിയിൽ നിങ്ങൾക്ക് ക്രോപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ശേഷം എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന ചെക്ക് മാർക്ക് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ആഡ് ചെയ്ത ആ ഒരു ഫോട്ടോ ഇവിടെ കാണാൻ സാധിക്കും. ഇനി നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുക. ശേഷം പ്ലേസ് എന്നുണ്ടാവും. നിങ്ങളുടെ സ്ഥലം ഏതാണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം ഡൺ എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസ്, നിങ്ങൾ എഡിറ്റ് ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താഴെ എല്ലാം കൺഫേം ചെയ്തതിന് ശേഷം കൺഫേം എന്നുള്ളത് കൊടുക്കുക. കൺഫേം എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സക്സസ് ആയിട്ടുണ്ട് എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഇവിടെ വരുന്നതായിരിക്കും. കുറച്ച് ദിവസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് പോസ്റ്റായിട്ട് ആ കാർഡ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഫ്രീ ആയിട്ട് യാതൊരുവിധ ഫീസും അടക്കാതെ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണിത്. ആർക്കും നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ തീർച്ചയായും നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആകുന്നൊരു വീഡിയോ തന്നെയാണ്. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ഇങ്ങനെയുള്ള നല്ല വീഡിയോകളൊക്കെ ലഭിക്കാൻ വേണ്ടി മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. എല്ലാവിധ അഭിപ്രായങ്ങളും മറ്റ് നിർദ്ദേശങ്ങളൊക്കെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. വീഡിയോ ലൈക്കും ഷെയറും നന്നായി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക.